നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് ആണ്. നോർമലി ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ആക്ഷൻ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ആക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിലൊരു സ്റ്റെബിലൈസേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വിഷ്വൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാകുകയില്ല. ഗോപ്രോ പോലെയുള്ള ആക്ഷൻ ക്യാമറകൾ അവൈലബിൾ ആണ്. എന്നാൽ അത് 4000 രൂപയുള്ള ആക്ഷൻ ക്യാമറ ഉണ്ട് കേട്ടോ. ഈ ആക്ഷൻ ക്യാമറയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗിംബൽ സിസ്റ്റത്തിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. 3 ആക്സസ് ഗിംബൽ സിസ്റ്റമാണ്. ഒരുപക്ഷെ നമ്മൾ ഈ ആക്ഷൻ ക്യാമറകളുടെ ഗിംബൽ സിസ്റ്റം ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾ കാണുന്നത്. ഒരുപക്ഷെ മൊബൈലിൻ്റെ ഗിംബൽ സിസ്റ്റംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് ഈ ഒരു ഗിംബൽ സിസ്റ്റം ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ആ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. യെസ്, വാവ്, ഇതാണ് നമ്മളുടെ ഗിംബൽ സിസ്റ്റം. നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കാണുന്നത് ചെറിയൊരു ഹോൾഡറാണ്. ഇത് ഗോപ്രോയുടെ ചെറിയ ആക്ഷൻ ക്യാമറയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു മൗണ്ട്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഒരു ബോക്സ് ആണ് ഈ കാണുന്നത്. ബോക്സ് ഒന്ന് തുറന്ന് നോക്കിയേക്കാം. എന്തുണ്ട് കേട്ടോ ബോക്സിൽ. ചാർജിങ് കേബിളാണ് ഈ ഒരു ബോക്സിലുള്ളത്. ദെൻ അടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതെ സ്ക്രൂ ഉണ്ട് കേട്ടോ. അതെ, 1-2 സ്ക്രൂ ഉണ്ട്. ഇതൊരു പക്ഷേ എന്നല്ല, ഇത് നമ്മളുടെ ക്യാമറ ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് വെക്കാനുള്ള സ്ക്രൂ ആണ് ഈ കാണുന്നത്. ദെൻ ഇനി നമുക്ക് നമ്മളുടെ ഗിംബൽ സിസ്റ്റത്തെ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഇതാണ് നമ്മളുടെ ഗിംബൽ സിസ്റ്റം. നമുക്ക് ഓവറോൾ ഈ ഗിംബൽ സിസ്റ്റത്തെ ഒന്ന് പരിചയപ്പെടാം. സൈഡിൽ തന്നെ പവർ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ തന്നെയാണ് മോഡ് ബട്ടൺ ഉള്ളത്. അതായത് 3 ആക്സസ് ഗിംബൽ സിസ്റ്റംസ് എല്ലാം പല പല മോഡിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ഈ ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ബാക്കിൽ തന്നെ 2 ബട്ടൺ ഉണ്ട്. ഈ ഗിംബൽ സിസ്റ്റത്തിനെയും ക്യാമറയും, നമ്മൾ ഉപയോഗിക്കുന്ന ആക്ഷൻ ക്യാമറയും വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഒരുപക്ഷെ നമുക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോസ് എടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ക്യാമറയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ ഒരു ബട്ടൻ്റെ പ്രത്യേകത പ്ലേ ബാക്ക്, ഒരുപക്ഷെ എടുത്ത വീഡിയോ കാണാനും സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ബട്ടൺ. ദെൻ ഈ കാണുന്നത് ചാർജിങ് പോർഷനാണ്. നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യുന്ന ചാർജർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിത് ചാർജ് ചെയ്യാവുന്നതാണ്. ഈ 3 ആക്സസ് ഗിംബൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 3 മോട്ടറുകളാണുള്ളത് ഇതിനകത്ത്. അതായത് ഈ കാണുന്നത് ഒരു മോട്ടറാണ്, ഇതൊരു മോട്ടറാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത കണ്ടോ, നമ്മുടെ ഗിംബൽ സിസ്റ്റം സാധാരണ മൊബൈൽ ഗിംബൽ സിസ്റ്റം പോലെ തന്നെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു പോർഷൻ ഉപയോഗിക്കാവുന്നതാണ്. ദെൻ ഇതും ഒരു മോട്ടർ പോർഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓവറോൾ ഗിംബൽ സിസ്റ്റം തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിലെ ഒരു ഗോപ്രോ ക്യാമറയുണ്ട്. ആ ക്യാമറ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് നോക്കട്ടെ. യെസ്, അങ്ങനെ നമ്മുടെ ഗിംബൽ സിസ്റ്റത്തിലേക്ക് ക്യാമറ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. സൈഡിൽ തന്നെയാണ് ഓൺ ആൻഡ് ഓഫ് ബട്ടൺ ഉള്ളത്. യെസ്, പെർഫെക്റ്റ്. കണ്ടോ, ഓൺ ആയിരിക്കുകയാണ്. എനിക്കിഷ്ടപ്പെട്ട വേറെ പ്രധാനപ്പെട്ട കാര്യം, ഇതുപോലെയുള്ള ഒരു മൗണ്ട് ഇതിൻ്റെ കൂടെ ഉണ്ട്. അതായത് നമുക്കൊരു പക്ഷേ എന്തെങ്കിലും ഹെൽമെറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ബൈക്കിലോ ഒക്കെ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മൗണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഒരു ഏരിയയാണ് ഈ ബാക്കിൽ കാണുന്നത്. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഈ മാൻ ഫോട്ടോയുടെ ഒരു ട്രൈപോഡ് ഉണ്ട്. അറൗണ്ട് ഒരു 1000 രൂപയോളം അതിന് പ്രൈസ് വരുള്ളൂ. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ട്രൈപോഡായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്കൊരു ട്രൈപോഡും വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കേട്ടോ കൊണ്ടു നടക്കാവുന്നതാണ് ഈ ഒരു ഗിംബൽ സിസ്റ്റം. ഇനി നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, ഈ ഗിംബൽ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, ഈ 3 ആക്സസ് എന്ന് പറഞ്ഞ സാധനത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ ഗിംബൽ സിസ്റ്റത്തിനെയും മൊബൈൽ ഫോണുമായിട്ട് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ആപ്ലിക്കേഷനും ഗിംബൽ സിസ്റ്റവും തമ്മിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് രസം. കണ്ടോ, ഞാൻ ഈ ആപ്ലിക്കേഷനിൽ കൺട്രോൾ ചെയ്യുമ്പോൾ കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. തലകുത്തി. റീസെൻറ്റർ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട് ആപ്ലിക്കേഷൻ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ മര്യാദക്ക് ആൾ നേരെ വന്നിരിക്കുകയാണ്. ഒന്നുകൂടെ കാണിക്കാം. ഒരുപക്ഷെ ട്രാവൽ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ അല്ലെങ്കിൽ ഈ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു പക്ഷേ ഇത് ഹെൽപ്ഫുൾ ആവുന്ന ഡിവൈസ് തന്നെയാണ് കേട്ടോ ഇത്. വാവ്,
ഫൈൻ. എന്തായാലും കൊള്ളാം, വളരെ നല്ലൊരു ഡിവൈസാണ്. എപ്പോഴും നമ്മളൊരു കാര്യം പറയുമ്പോൾ പോരായ്മ കൂടെ പറയണമല്ലോ. ബാറ്ററി ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂറേ നമുക്ക് ലഭിക്കുന്നുള്ളൂ എന്നുള്ളത് പോരായ്മയാണ്. യെസ്, വെരി ഗുഡ്. ഇതുപോലുള്ള രസകരമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.